മേനോൻ മുഖ്യമന്ത്രി മംഗലാപുരം ദുരൂഹ യാത്രയെക്കുറിച്ച് പറഞ്ഞ വിശദീകരണം കേട്ടായിരുന്നു. പൊന്നോ, എന്തൊരു നിഷ്കളങ്കൻ! ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കളെ കാണാൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്ത റജികുമാറിനെയും കൂട്ടി ഞാൻ അങ്ങ് മംഗലാപുരത്ത് പോയത്രേ. അവിടെ 3 കോടി രൂപയുടെ കാറിൽ പോയി NDA നേതാവിന്റെ വീട്ടിൽ മോദിജിയുടെ ഫോട്ടോയുടെ താഴെ ഇരുന്ന് അദ്ദേഹം നടത്തിയ ചർച്ചയുടെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയൂ? അത് നമ്മുടെ ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുക്കളുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണം അത്ര. നിലമ്പൂർ ആര്യാടന്റെ വീട്ടിൽ ഇതുവരെ പോയി കണ്ടില്ല. പക്ഷേ ആര്യാടന്റെ ബന്ധുവിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാതെ അങ്ങ് മംഗലാപുരത്തേക്ക് പോയ നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ഉയർന്നു. വീണ്ടും ഈ അദാനി പ്രതിനിധിയുമായി കൂടിക്കാഴ്ച ആയുധമാക്കുകയാണ്. അപ്പോൾ അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വീണ്ടും പറഞ്ഞു. മറുപടി പറയുന്നില്ല. എന്ത് കാര്യത്തിന് മറുപടി പറയണത്? ഞാനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഗോവിന്ദൻ മാഷ് പറയട്ടെന്ന്. പുള്ളിക്ക് എന്തെങ്കിലും പറയണ്ടേ? ആരെ സന്ദർശിച്ചെന്നാ പറ? ഞാനേ സന്ദർശിച്ച് ആളെ അദാനിയുടെ ഏജന്റാണ് ആളെ കണ്ട ആളുകളുടെ ഫോട്ടോ മുഴുവൻ ഞാൻ കാണിച്ചു തരട്ടെ. ആൾ ഈ കേരളത്തിൽ ബന്ധമുള്ള മക്കളെയൊക്കെ ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, അവരുടെ മക്കളെ കേരളത്തിൽ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾ. ആര്യാടൻ സാറിൻ്റെ ബന്ധുവാണ്, അകന്ന ബന്ധുവാണ് അദ്ദേഹം. കോഴിക്കോടും കാസർഗോഡും ഒക്കെ കുടുംബ ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എന്നോട് കണ്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ അദാനിയുടെ ആളെ ഞാനെന്തിനാണ് പോയത്? ഇലക്ഷൻ കാലത്ത് അദാനിയുടെ എവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദാനിയായിട്ട് ഇവിടെ മന്ത്രിസഭ ഉണ്ടാക്കാനാ? എന്തുവായി പറയുന്നത്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. കേട്ടല്ലോ, കേരളത്തിലുള്ള മനുഷ്യരെല്ലാം കോൺഗ്രസ്സുകാരെ പോലെന്നാണ് നമ്മുടെ മേനോൻ മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് ഇത് മതി, അയ്യോ വിശ്വാസിയായി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കൂ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് കിഷോർ ആൽവെ എന്ന അദാനി ഗ്രൂപ്പ് MDയുമായിട്ട് മംഗലാപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ അതിനെക്കുറിച്ച് മിണ്ടിയില്ല. പക്ഷേ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ കണ്ടപ്പോൾ ആ പോക്ക് അത്ര നിഷ്കളങ്കമല്ലെന്ന് നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. കാര്യം, മംഗലാപുര യാത്രയ്ക്ക് ശേഷം അവിടെ നടന്ന കൂടിക്കാഴ്ചയിൽ അദാനി ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് പങ്കെടുക്കുന്നു. അതിനുശേഷം മന്ത്രിസഭാ രൂപീകരണം നടക്കുമ്പോൾ തുറമുഖ വകുപ്പ് നിർബന്ധപൂർവ്വം ഏറ്റെടുക്കുന്നു. അതിൽ നിന്ന് ദിവ്യ S അയ്യറെ തെറിപ്പിക്കുന്നു, രത്തൻ കേൽക്കറെ അതിന്റെ തലപ്പത്ത് വയ്ക്കുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറയുന്നു, ഞാൻ മംഗലാപുരത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ 8 ലക്ഷം രൂപയോളം ചെലവാക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് സ്വകാര്യ വ്യക്തിയുടെ ഫ്ലൈറ്റിൽ പോയത് ആര്യാടന്റെ ബന്ധുവായതുകൊണ്ട്. ഇതാണ് മലയാളികൾ ഇത്ര മണ്ടന്മാരെന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി കരുതുന്നുണ്ടോ? ഇത്ര നിഷ്കളങ്കമായി മറുപടി പറഞ്ഞിട്ട് ചെറിയൊരു പരിഹാസം കൂടി അതിൻ്റെ കൂടെ ഇട്ടുകൊടുത്താൽ. കാര്യം, നമ്മൾ ശബ്ദ നിയന്ത്രണമാണ് ഈ പല മറുപടികളും. നേരത്തെ നമ്മൾ അങ്ങോട്ടേക്ക് കൊട്ടേണ്ട കാര്യത്തെ ശബ്ദം ഉയർത്തി പറയണം. നമ്മൾക്കെതിരെ വന്ന ആരോപണങ്ങളെ കുറച്ച് സരസമായിട്ടും അതിലൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ ഒന്ന് ശബ്ദക്രമീകരണം നടത്തി സൈലന്റ് ആയിട്ട്, അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കണം. അതിലൊന്നുമില്ല എന്ന് പറയുമ്പോൾ സതീശനിൽ നിന്ന് മാസപ്പടി വാങ്ങിക്കുന്ന മാപ്രകളിരുന്ന് തലയാട്ടുമ്പോൾ കേരളത്തിന് മൊത്തത്തിൽ അത് തലയാട്ടി അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം, മലയാളികൾ കഴിക്കുന്നതും അരിയാഹാരം തന്നെയാണ്. നിഗൂഢമായി പാർട്ടിയെ പോലും അറിയിക്കാതെ, കർണാടകയിലെ കോൺഗ്രസിനെ പോലും അറിയിക്കാതെ, അവർ പോലും പ്രതിഷേധം അറിയിച്ച ആ യാത്ര ആര്യാടന്റെ കുടുംബത്തിലേക്കാണ് യാത്ര പോയതെങ്കിൽ കോൺഗ്രസ്സുകാർക്കുള്ളിൽ സംശയമുണ്ടാകുമോ? ഇതര ഗ്രൂപ്പുകാർക്ക് ആ വിഷയത്തിൽ എതിരഭിപ്രായം ഉണ്ടല്ലോ. അത് KC വേണുഗോപാലോ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല, ന്യായീകരിച്ചിട്ടില്ല. അപ്പോഴാണ് വിദഗ്ധമായിട്ട് വന്ന് ഞങ്ങൾ തന്നെ വിന്യസിച്ചിരിക്കുന്ന കുറച്ച് മാപ്ര ഭടന്മാരുണ്ട്, അവരുടെ മുന്നിൽ വന്ന് നിഷ്കളങ്കമായി ഈ മറുപടി പറഞ്ഞിട്ട് പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് കേരളം തന്നെ വിലയിരുത്തും. ആര്യാടന്റെ കുടുംബത്തിലുള്ളവരെ സന്ദർശിക്കാൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് ഇറങ്ങി 3 കോടി രൂപയുടെ കാറിൽ NDAയുടെ MPയുടെ വീട്ടിൽ പോയിരുന്ന് ആ കൂടിക്കാഴ്ചയും ആ വിശാലമായിട്ടുള്ള ലഞ്ചും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു സ്വീകരണം വെറുതെ കൊടുക്കുമോ? ഇല്ലല്ലോ, അത്ര തന്നെ.